കേരളത്തിലെ ചെറുപ്പക്കാർ ഈ ഹെറ്ററോനോർമാറ്റീവ് എന്ന് പറയുന്ന ജീവിത രീതി, എന്ന് ആണായി വന്ന് ആണായി വളർന്ന് പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന ഈ ഒരു ജീവിത രീതി കൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവർ അതിൽ നിന്ന് മാറ്റിയിട്ട് ക്യൂർ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ പടിയാണിത്. വിസ്തരിച്ച് പറയേണ്ടതാണ്, എനിക്ക് സമയത്തിന് കുറച്ച് പരിമിതിയുണ്ട്. എന്ന് വെച്ചാൽ ആണായിട്ടും പെണ്ണായിട്ടും വളരുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം കല്യാണം കഴിക്കണം, പിന്നെ കുട്ടികളെ നോക്കണം, രോഗം വന്നാൽ ചികിത്സിക്കണം, ചെലവുണ്ടാക്കണം, വീടുണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടിയില്ലേ. അത് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുന്ന കേരളത്തിലെ യുവ സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് തോന്നിയാസ ജീവിതം, ക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം, വിചിത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണിതെന്ന് പറഞ്ഞിട്ടാണ് യൂണിഫോം ഈക്വാലിറ്റി നടത്തിയത്. അപ്പോൾ കുട്ടി ജനിക്കുന്നതോടുകൂടി ആണോ പെണ്ണാ തീരുമാനിക്കാൻ പറ്റില്ല. അത് നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ വാതിൽ തുറന്നിട്ട് പറയും എവിടെ ഫാത്തിമാൻ്റെ ആളുകൾ എന്ന് ചോദിക്കും. അപ്പോൾ ഓടിച്ചെല്ലുന്ന സമയത്ത് ഫാത്തിമ പ്രസവിച്ചോട്ടോ എന്ന് പറയും. ഏതാ കുട്ടി അറിയുമ്പോൾ ഷട്ടപ്പ് എന്നറിയും, ഡോക്ടർ മിണ്ടരുത് അറിയും. ഏതാ കുട്ടി മിണ്ടരുത്. ഇനി എപ്പോഴത് ആണും പെണ്ണും തിരിയാന്ന് നിങ്ങൾ, കുട്ടിക്ക് പ്രായമൊക്കെ ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓള് തീരുമാനിക്കണം. അതുവരെ ഈ സാധനം ആണാ പെണ്ണാ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം, ഫസ്റ്റുക്കും സെക്കൻഡുക്കും റിവേഴ്സുക്കും ഒന്നും ഇടരുത്. ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ 1 മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ 9ാം ക്ലാസ്സിൽ. പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല, കരുതിയത് നടപ്പിലാക്കും. താന്തോന്നികളായൊരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും.